ഹലോ എവരി വൺ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്. റെസ്പിറേറ്ററി ഡിസീസസിനെ പറ്റി പഠിച്ചു അല്ലേ? നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമി പഠിച്ചു, ഫിസിയോളജി പഠിച്ചു, അസസ്മെൻറ്റും വളരെ ഡെപ്തിൽ തന്നെ പഠിച്ചു. ഇനി ഓരോരോ കണ്ടീഷൻസിൻ്റെ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു അപ്പർ എയർവേ ഡിസീസസ്, കുറച്ച് റെറ്റിനൈറ്റിസ്, നമ്മുടെ ടോൺസിലൈറ്റിസ്, ക്വിൻസി, ഫാരഞ്ചൈറ്റിസ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ ഓരോ അസുഖങ്ങളുടെയും എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? യെസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പിസ്റ്റാക്സിസ് അല്ലേ, നമ്മുടെ നോസിൽ നിന്നുള്ള ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. എന്തൊക്കെ കൊണ്ടാവാം? എന്തെങ്കിലും ഇറിറ്റേഷൻ കാരണമാകാം, അല്ലെങ്കിൽ മുറിവ് സംഭവിച്ചു, ഇൻഫെക്ഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി ഇരിക്കുന്നു, അല്ലെങ്കിൽ ട്യൂമർ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണമെല്ലാം നമുക്ക് എപ്പിസ്റ്റാക്സിസ് ഉണ്ടാകാം. ഓക്കെ, എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ഫ്രം ദ നോസ് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇറിറ്റേഷൻ കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാരണം, എന്തെങ്കിലും ട്രോമ വന്നാലുണ്ടാകാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നാലുണ്ടാകാം, അല്ലെങ്കിൽ ഫോറിൻ ബോഡി കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ ട്യൂമേഴ്സ്. ഇതൊക്കെയാണ് എറ്റിയോളജി കോസസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താണ്? പിന്നെ വല്ല സിസ്റ്റമിക് അസുഖങ്ങളുടെ ഭാഗമായിട്ട് അതറോസ്ക്ലിറോസിസ്, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് ഡിസ്ക്രേസിയ, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീമോതെറാപ്പി, അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലൻ്റ്, അതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റോ കീമോതെറാപ്പിയൊക്കെ എടുക്കുമ്പോഴും ഇതുപോലെ മൂക്കുന്ന ബ്ലഡ് വരാം. അല്ലെങ്കിൽ വല്ല അസുഖങ്ങളും, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ അതറോസ്ക്ലിറോസിസ്, ബ്ലഡ് ഡിസ്ക്രേഷിയാസ് ഉണ്ടെങ്കിലും, എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെയും നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരാം ഇഡിയോപ്പതിക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, നമ്മൾ ഔട്ട്കം മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരുവിധം 90% ഈ എപ്പിസ്റ്റാക്സിസിൽ 90% ആൻറ്റീരിയർ ആണ്, 10% പോസ്റ്റീരിയർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 90% ആൻറ്റീരിയർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കൂടുതലായിട്ടും ഈ ആൻറ്റീരിയർ ആണ് 90% നോസ് ബ്ലീഡും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനോട് എന്താ പറയുക, ഇരിക്കാൻ പറയും. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ലീൻ ചെയ്ത്, ബാക്കിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ബ്ലഡ് അങ്ങ് ആസ്പിറേറ്റ് ആയിപ്പോൾ, അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ലീനിങ് ഫോർവേഡായിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെ. ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ നോസിൽ നമ്മളൊരു 5-10 മിനിറ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരെ സക്സസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഒരുവിധമുള്ളതെല്ലാം ആൻറ്റീരിയർ പാർട്ടാണ്, നമ്മുടെ സെപ്റ്റത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ട്. ആ ഏരിയനെ നോക്കിയേ, കീസൽ ബ്ലാക്ക് പ്ലെക്സസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒരുവിധമുള്ള എല്ലാം ഒരുവിധം കോമൺ ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻറ്റീരിയർ പാർട്ട് ഓഫ് സെപ്റ്റത്തിൽ ഏത് ഏരിയയിലാണ്? ലിറ്റിൽസ് ഏരിയ, അല്ലെങ്കിൽ കീസൽ ബാക്സ് പ്ലെക്സസ് എന്ന് പറയും. എന്താണ്? ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അത് കീസൽ ബാക്സ് പ്ലെക്സസ് അല്ലെങ്കിൽ ലിറ്റിൽസ് ഏരിയ എന്ന് പറയും. അതെന്താണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവുന്നത് കേട്ടോ. അതാണ് കൂടുതൽ ട്രോമ വരാനും, അത് ആ ഒരു വീനസ് പ്ലെക്സസ് ആ ഏരിയയിലാണ്, അത്രയും ബ്ലഡ് വെസൽസ് കുറേ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെയാണ് മുറിവൊക്കെ വന്ന് നമുക്ക് മൂക്കുന്ന ബ്ലഡ് വരാൻ സാധ്യതയുള്ള, മുറിവ് വരാൻ സാധ്യതയുള്ള ഏരിയ അതാണ് ആൻറ്റീരിയർ പോർഷനിൽ. നമ്മൾ പറഞ്ഞു 90% ആൻറ്റീരിയർ ആണെന്ന് പറഞ്ഞല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ അതാണ് കീസൽ ബാക്സ് പ്ലെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് നമ്മൾ ഇരുന്നിട്ട് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കാൻ പറയും. എന്നിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ നോസിൽ ഒരു 5-10 മിനിറ്റ്സ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഐസ് വയ്ക്കും. ഓക്കെ, അപ്പോൾ അവിടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റഡ് ആയിട്ട് ബ്ലീഡിങ് കുറയും. ഐസ് വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് കൺസ്ട്രിക്റ്റഡ് ആയിട്ട് ബ്ലീഡിങ് കുറയും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവിടെയുള്ള പിന്നെയും കോട്ടറൈസ് ചെയ്യും, ബ്ലീഡിങ് വെസൽസിനെ കോട്ടറൈസ് ചെയ്യും. നമ്മുടെ സിൽവർ നൈട്രേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് കോട്ടറൈസ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇരുന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങിയിട്ട് മൂക്കിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഐസ് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ബ്ലഡ് ബ്ലീഡിങ് വെസലിൽ നമ്മൾ സോഡിയം നൈട്രേറ്റ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക? സോഡിയം നൈട്രേറ്റിൻ്റെ സോഡിയം അല്ല, സിൽവർ നൈട്രേറ്റ്, സോറി, അപ്പോൾ
അപ്പോൾ എപ്പിസ്റ്റാക്സിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പിസ്റ്റാക്സിസിന്റെ കാരണങ്ങൾ പറഞ്ഞു, എറ്റിയോളജി പറഞ്ഞു, സിസ്റ്റമിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് ഡിസീസസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറി ഇൻഫെക്ഷൻ ഒക്കെ കാരണം, ട്യൂമർ കാരണമൊക്കെ ഇഡിയോപ്പതിക് ആയിട്ട് എല്ലാം ഉണ്ടാകാം. ഇതിന് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് പ്രഷർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഐസ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വെസലിനെ സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് കോട്ടറൈസ് ചെയ്യുന്നു, അല്ലേ? ഇതിലൊന്നും, ഈ മെഷേഴ്സിലൊന്നും നമ്മുടെ ബ്ലീഡിംഗ് നിന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യും? നെയ്സൽ പാക്കിംഗ് ചെയ്യും കേട്ടോ. അത് ഒന്നുകിൽ ഒരു മൂക്കിൽ അല്ലെങ്കിൽ 2 മൂക്കിലും ചെയ്യും, നെയ്സൽ പാക്കിംഗ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗോസലില്ലേ, ഒരു 1/2 ഇഞ്ച് ഗോസ് എടുത്തിട്ട് അതിൽ ആൻറ്റി ബാക്ടീരിയൽ ഓയിൻമെൻറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യും. ഈ ആൻറ്റീരിയർ നെയ്സൽ ക്യാവിറ്റിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ബ്ലീഡിംഗ് വെസലിന് ഒരു പ്രഷർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു ഓയിൻമെൻറ്റ് ആഡ് ചെയ്തിട്ട് ഗോസ് അങ്ങ് വെച്ച് കൊടുക്കുന്നതിനാണ് നമ്മുടെ നെയ്സൽ പാക്കിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ നെയ്സൽ പാക്കിംഗ് അവിടെ ഒരു 2-3 ദിവസം അത് അവിടെ തന്നെ അങ്ങ് വെച്ചിരിക്കും കേട്ടോ, ആ സ്ഥലത്ത് തന്നെ അങ്ങ് വെച്ചിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു 90% ആൻറ്റീരിയർ ആണ്, ബാക്കി 10% ഉണ്ടല്ലേ, അത് പോസ്റ്റീരിയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ആ പോസ്റ്റീരിയറിലായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അത് കൂടുതലും 50 വയസ്സ് കഴിഞ്ഞ കുറച്ച് വയസ്സായവരിലായിരിക്കും ഉണ്ടാവുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ബ്ലീഡിങ് സ്വാളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫാരിങ്സിലോട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ഉള്ളവർക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻറ്റീരിയർ പാക്കിങ്ങിൻ്റെ കൂടെ തന്നെ പോസ്റ്റീരിയറിൽ നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കും. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ അത് വെക്കാനായിട്ട് കുറച്ച് പെയിൻ കില്ലർ വല്ലതും കൊടുക്കേണ്ടതല്ലേ, അവിടെ വേദന എടുക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ആൻറ്റീരിയർ പാക്കിംഗ് വെക്കുന്നത് പോലെ അല്ല പോസ്റ്റീരിയർ പാക്കിംഗ് വെക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പാക്കിങ്ങിന് പകരം ബലൂൺ, നെയ്സൽ ബലൂൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ മെത്തേഡ്സ് പറഞ്ഞു അല്ലേ. നമ്മൾ ഇരുന്നിട്ട് ലീൻ ഫോർവേഡ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കും 10-15 മിനിറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഐസ് വെച്ച് ആ വെസൽസിനെയൊക്കെ കൺസ്ട്രിക്റ്റ് ചെയ്യിക്കാം. അല്ലെങ്കിൽ നമ്മൾ കോട്ടറൈസ് ചെയ്യാം അല്ലെ, സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച്. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നെയ്സൽ പാക്കിംഗ് ചെയ്യാം. നെയ്സൽ പാക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് നെയ്സൽ ബലൂൺ ഉപയോഗിക്കാം. ബലൂണിൽ സെലൈൻ വെച്ച് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ ലാറ്ററൽ നെയ്സൽ ബോളിലോട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് നെയ്സൽ ബലൂണുകൾ ഉപയോഗിച്ച്. പിന്നെ നമ്മുടെ സർജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആൻറ്റീരിയർ പാക്കോ പോസ്റ്റീരിയർ പാക്ക് വെച്ചിട്ടൊന്നും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റേർണൽ മാക്സിലറി അല്ലെങ്കിൽ എത്മോയിഡൽ സർജിക്കൽ ആർട്ടറി ലിഗേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയുള്ള ആർട്ടറീനെ ലിഗേറ്റ് ചെയ്യും അല്ലേ, ആർട്ടറി. അപ്പോൾ ഇൻറ്റേർണൽ മാക്സിലറി അല്ലെങ്കിൽ എത്മോയിഡൽ അവിടെ സർജറിയിലൂടെ ആർട്ടറീനെ ലിഗേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം നമ്മൾ എപ്പിസ്റ്റാക്സിസ് പഠിച്ചത്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്താണ് നമ്മൾ ഫസ്റ്റ് അപ്പർ എയർവേ ഡിസോർഡേഴ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ പഠിച്ചതാണ് എന്താണ്? എപ്പിസ്റ്റാക്സിസ്. അപ്പോൾ എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഫ്രം ദ നോസ്. അതിന് കാരണങ്ങൾ ഇറിറ്റേഷൻ ആകാം, ട്രോമയാകാം, ഇൻഫെക്ഷൻ ആകാം, ഫോറിൻ ബോഡീസ് ആകാം, ട്യൂമേഴ്സ് ആകാം, അല്ലെങ്കിൽ ഇത് വല്ല സിസ്റ്റമിക് ഡിസീസിന്റെ ഭാഗമായിട്ട് അതെറോസ്ക്ലീറോസിസ്, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് ഡിസ്ക്രേസിയാസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമിക് ട്രീറ്റ്മെന്റുകളായ കീമോതെറാപ്പിയോ ആന്റികോയാഗുലൻസ് അല്ലെങ്കിൽ ഇഡിയോപ്പതിക്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു നോക്കിയേ. അപ്പോൾ നമ്മളൊരു ടേം പഠിച്ചു, കിസൽബാക്സ് പ്ലെക്സസ് അല്ലേ. കിസൽബാക്സ് പ്ലെക്സസ് അല്ലെങ്കിൽ ലിറ്റിൽസ് ഏരിയ എന്ന് പറയുന്ന ആൻറ്റീരിയർ പോർഷനിലെ ഉള്ളതാണ് അല്ലേ. അവിടെയാണ് കൂടുതൽ ട്രോമ വന്ന് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? പേഷ്യൻറ്റിനോട് ഇങ്ങനെ ഇരുന്നിട്ട് മുന്നിലോട്ട് കുനിഞ്ഞിരിക്കാൻ പറയുക. എന്നിട്ട് നമ്മൾ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ നോസിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കും 5-10 മിനിറ്റ്. അതൊരു മെത്തേഡായിരുന്നു അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഐസ് വെക്കും, അപ്പോൾ വെസൽസ് കൺസ്ട്രിക്റ്റ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലീഡിങ് വെസലിന് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് കോട്ടറൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നെയ്സൽ പാക്കിംഗ് അല്ലേ, ഗോസ് എടുത്തിട്ട് ഓയിൻമെൻറ്റ് വെച്ചിട്ട് അവിടെ വെച്ച് പ്രഷർ കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതൊരു 2-3 ദിവസം അതവിടെ ഇരിക്കാൻ പറയും അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു 10% പോസ്റ്റീരിയർ ആണ്, അത് വയസ്സായവരിൽ 50 വയസ്സ് കഴിഞ്ഞവരിലാണ്. അപ്പോൾ ബ്ലഡ് സ്വോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റീരിയർ പാക്കിംഗ് മാത്രം പോരാ, പോസ്റ്റീരിയർ പാക്കിംഗ് വെക്കണം. അത് ചിലപ്പോൾ നമ്മൾ പെയിൻ കില്ലറിൻ്റെ സഹായത്തോടെയൊക്കെ നമ്മൾ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പാക്കിങ്ങിന് പകരം അല്ലെങ്കിൽ ബലൂൺ, ഒരു ബലൂണിൽ എന്താണ് നോർമൽ സലൈൻ നിറച്ചിട്ട് അത് വെച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ ബ്ലീഡിങ് കുറയ്ക്കാം. ഇനി ഈ പാക്ക് ഒന്നും നമുക്ക് ഏറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയിലോട്ട് പോകേണ്ടി വരും. ഇന്റേണൽ മാക്സിലറി അല്ലെങ്കിൽ എത്തമോയിഡൽ സർജറിയിലൂടെ ആർട്ടറി ലിഗേഷൻ ചെയ്യും. അടുത്ത കണ്ടീഷൻ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ക്ലിനിക്കൽ കേസസ് കാണാറുള്ളതാണ് അല്ലേ, സൈനസൈറ്റിസ്.
നമ്മൾ കണ്ടു സൈനസസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ, ഫ്രോണ്ടൽ മാക്സിലറി എത്മോയിഡ് സ്ഫിനോയിഡ് സൈനസ് ഇല്ലേ. അപ്പോൾ ഈ സൈനസിൽ എന്താണ് ഇത് കെട്ടി നിന്നിട്ട് ഇൻഫെക്ഷൻ ആവുന്നു. അതിൽ ഒരു സൈനസിലാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സൈനസിനാണെങ്കിൽ പാൻ സൈനസൈറ്റിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സൈനസ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? യെസ്, പനി വരാം, പനിയും വിറയലും വരാം, ഭയങ്കര തലവേദന വരാം അല്ലേ. അതിൽ കുനിയുമ്പോഴൊക്കെ വേദന, ആ ഭാഗത്തിൽ ഈ സൈനസിൻ്റെ ഭാഗത്തൊക്കെ തൊടുമ്പോൾ ടെൻഡർനെസ്സും വരാം. ഫേഷ്യൽ പെയിൻ, അപ്പോൾ കുനിയുമ്പോൾ വേദന. പിന്നെ ചിലപ്പോൾ അത് റെഫേർഡ് ആയിട്ടില്ലേ, നമ്മൾ അപ്പർ ടീത്തിലൊക്കെ ഒരു വേദനയും മരവിപ്പും ഒക്കെ വരാം. പിന്നെ എന്താണ്, മൂക്കിലൂടെ പ്യൂറുലൻറ്റ് അല്ലെങ്കിൽ കളേർഡ് കളർ വ്യത്യാസമുള്ള അല്ലെങ്കിൽ പസ്സുള്ള നെയ്സൽ ഡിസ്ചാർജ്, മൂക്കൊലിപ്പും ഉണ്ടാകാം. പനിയും ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്കവാറും പനി വരാം, വിറയൽ വരാം, തലവേദന, അതായിരിക്കും ഏറ്റവും അസഹ്യമായ തലവേദന. കൂടെ സൈനസസിൻ്റെ അവിടെ നല്ല ടെൻഡർനെസ് ഒക്കെ ഉണ്ടാകാം അല്ല. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണത്? യെസ്, എക്സ്റേ അല്ലെങ്കിൽ CT നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സൈനസിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കും അല്ലേ, നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അത് ഒപ്പേക്ക് ആയിരിക്കും. തിക്കൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആയിരിക്കും. എയർ ഫ്ലൂയിഡ് ലെവൽ കാണും അല്ലേ, കൂടുതൽ സെക്രീഷൻ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എക്സ്റേ CT എടുക്കുമ്പോഴായിരിക്കും നമ്മളിത് കൺഫേം ചെയ്യുന്നത്. ലക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ സൈനസിൻ്റെ അവിടെ ഒപ്പേക്ക് ആയിട്ടിരിക്കും അല്ലേ. അവിടെ ഒപ്പേക്ക് കാരണം അത് നിറഞ്ഞിരിക്കുകയല്ലേ, സെക്രീഷൻ മ്യൂക്കസ് സെക്രീഷൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒപ്പേക്ക് ആയിരിക്കും. അതിൻ്റെ മെംബ്രെയിനൊക്കെ ഭയങ്കര തിക്കൻഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് നമ്മളിത് മാനേജ് ചെയ്യുക? സൈനസൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ, ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കും അല്ലേ. പിന്നെ നമ്മൾ നെയ്സൽ, ഇവിടെ എഡീമ കുറയ്ക്കാനായിട്ട് നമ്മൾ ഡീകൺജസ്റ്റൻസ്, ആ കൺജഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ആയിട്ടുള്ള നെയ്സൽ സ്പ്രേ അടിക്കും അല്ലേ. ഇവിടെ മ്യൂക്കോസൽ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ നമ്മൾ മൂക്കിൽ സ്പ്രേ അടിക്കും. അല്ലെങ്കിൽ നമ്മൾ നോർമൽ സലൈൻ വെച്ച് നമ്മൾ, അല്ലെങ്കിൽ വേപ്പറൈസർ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മൂക്കൊലിപ്പും മൂക്കടപ്പും ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ ആവി പിടിക്കും അല്ലേ. നമ്മൾ ആവി പിടിക്കാറില്ല, വേപ്പറൈസർ ഉപയോഗിച്ച്, ഹ്യൂമിഡിഫയർ ഒക്കെ ഉപയോഗിച്ച് ഈ കഫം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് തടഞ്ഞ് ആ സെക്രീഷൻസിനെ നല്ല മോയ്സൺ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാം, ഡീകൺജസ്റ്റൻസ് ഉപയോഗിക്കാം, സ്റ്റിറോയിഡ് ആയിട്ടുള്ള സ്പ്രേകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ സലൈൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മൾ വേപ്പറൈസർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കെട്ടി നിൽക്കുന്ന കഫത്തിന് നല്ല മോയ്സ് ലൂസാക്കി അത് മൂക്കിലൂടെയും ഒക്കെ പുറത്ത് കളയാൻ, വായിലൂടെയൊക്കെ പുറത്ത് കളയാൻ ശ്രമിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഇങ്ങനെ സാധാരണ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു കഫമുണ്ട്, പ്യൂറലൻ്റ് എക്സുഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻട്രൽ ഇറിഗേഷൻ അല്ലെങ്കിൽ സൈനസ് ലാവേജ് ഓർ ആൻട്രൽ ഇറിഗേഷൻ. അപ്പോൾ എന്നിട്ട് കുറയുന്നില്ല, നമ്മൾ ബാക്കി ആവി പിടിച്ച് നോക്കി, മരുന്നുകൾ കഴിച്ചു നോക്കിയിട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കഫം പുറത്ത് കളയാനായിട്ട് ആൻട്രൽ ഇറിഗേഷൻ അല്ലെങ്കിൽ സൈനസ് ലാവേജ് മെത്തേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ അനസ്തെറ്റിക്കിൻ്റെ ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ പുറത്തോട്ട് കളയുന്നത്, ആൻട്രൽ ഇറിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ അതും പറ്റുന്നില്ല, ആ ഒരു പ്രൊസീജിയറിലും നമുക്ക് വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫെസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കേട്ടോ. ഫെസ് എന്താണ്? ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ നോർമലായിട്ട് ബാക്കി തിരിച്ച് സൈനസ് വെന്റിലേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിലുള്ള കഫവും എല്ലാം അങ്ങ് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സർജറിയാണ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അത് OP പ്രൊസീജിയർ ആയിട്ട് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ജനറൽ അല്ലെങ്കിൽ ലോക്കൽ എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. എന്താണ്? ഫെസ് അല്ലെ, ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് കാൽഡ്വെൽ ലൂക്ക് പ്രൊസീജിയർ. അത് വേറൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. ഈ ഒരു ക്രോണിക് ആയിട്ട് ഇങ്ങനെ മാക്സിലറി സൈനസൈറ്റിസ് നമ്മൾ മാനേജ് ചെയ്യാനുള്ള വേറൊരു പ്രൊസീജിയറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് PYQ ആണ് കേട്ടോ. ഫെസ്സും ചോദിച്ചതാണ്, കാൽഡ്വെൽ ലൂക്ക് പ്രൊസീജിയറും ചോദിച്ചതാണ്.
കാൽഡ്വെൽ-ലൂക്ക് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫെസ്. കാൽഡ്വെൽ-ലൂക്ക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്രോണിക് മാക്സിലറി സൈനസൈറ്റിസ് മാനേജ് ചെയ്യാനുള്ള വേറൊരു പ്രൊസീജിയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ ജിഞ്ചിവൽ ബക്ടൽ സൾക്കസ്, നമ്മുടെ ലാറ്ററൽ ഇൻസിസർ ടീത്തിന്റെ മേളിൽ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ആ ഫുള്ള് ഇതിനെ കംപ്ലീറ്റ് മ്യൂക്കസ് പ്യൂറുലൻ ഡിസ്ചാർജിനെയും കളയുന്ന ഒരു പ്രൊസീജിയറാണ് കാൽഡ്വെൽ-ലൂക്ക് പ്രൊസീജിയർ. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ് എക്സ്റ്റേണൽ സ്ഫീനോ എത്മോയിഡെക്ടമി. അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്ഫിനോയിഡ് സൈനസ് അല്ലെങ്കിൽ എത്മോയിഡ് സൈനസിൽ നിന്ന് ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള മ്യൂക്കോസിനെ റിമൂവ് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ സ്ഫീനോ എത്മോയിഡെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏത് കണ്ടീഷനാണ്? സൈനസൈറ്റിസിനെ പറ്റി പറഞ്ഞു അല്ലേ? എന്താണ് സൈനസൈറ്റിസ്? അത് പാൻ സൈനസൈറ്റിസ്, മോർ ദാൻ വൺ സൈനസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന അവസ്ഥ, പനി, വിറയൽ, തലവേദന, കുനിയുമ്പം തന്നെ വേദനയൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ? അത് കണ്ടുപിടിക്കേണ്ടത് എക്സ്റേ CT-യിലൂടെയാണ്. പിന്നെ നമ്മൾ അത് മാറാനായിട്ട് നമ്മൾ എന്താ മരുന്നുകൾ ഉപയോഗിക്കും? ഡീകൺജസ്റ്റൻസ്, സ്റ്റിറോയിഡ്, നെയ്സൽ സ്പ്രേ, ആൻറ്റിബയോട്ടിക്കുകൾ, അല്ലെങ്കിൽ ആവി പിടിക്കും, വേപ്പറൈസറൊക്കെ ഉപയോഗിക്കും. എന്നിട്ടൊന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രൽ ഇറിഗേഷൻ അല്ലെങ്കിൽ സൈനസ് ലാവേജ് ചെയ്യും. എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫെസ്, ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി, അല്ലെങ്കിൽ കാൽഡ്വെൽ-ലൂക്ക് പ്രൊസീജിയർ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ഫീനോ എത്മോയിഡെക്ടമി. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അടുത്ത കണ്ടീഷൻ ഫാരൻജൈറ്റിസ്. അതെന്താണ്? നമ്മുടെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ? ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ഫാരിങ്സ്. ടോൺസില്, പാലറ്റ്, ഉവ്വള ഒക്കെ ഉണ്ടാവാം കേട്ടോ. അപ്പം എന്താ സംഭവിക്കുക? അത് ഒന്നുകിൽ വൈറസ് കാരണമാവാം, ബാക്ടീരിയ കാരണമാവാം, അല്ലെങ്കിൽ ഫംഗസ് കാരണമാകാം. ആണല്ലോ? യെസ്. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണെന്ന് നോക്കിയേ? PYQ ആണ്. ആരാണ്? യെസ്, ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ കൾച്ചർ ചെയ്ത് ഇത് തന്നെയാണ് ഓർഗാനിസം എന്ന് അറിയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫാരൻജൈറ്റിസ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഫാരൻജൈറ്റിസ് നമ്മൾ പറഞ്ഞു ഫാരിങ്സിൻ്റെ ഇൻഫ്ലമേഷൻ ആണ് അല്ലേ? വൈറസ് കാരണോ ബാക്ടീരിയ കാരണം അല്ലെങ്കിൽ ഫംഗസ് കാരണം ഉണ്ടാകാം. ഏറ്റവും കോമൺ ആയിട്ട് അസുഖം ഉണ്ടാക്കുന്ന ആൾ ആരാന്ന് നോക്കിയേ? ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണോ എന്ന് അറിയാനായിട്ട് ആദ്യം ഒരു കൾച്ചറൊക്കെ ചെയ്തിട്ട് തന്നെ ആയിരിക്കും, ഫാരൻജൽ മ്യൂക്കോസ എടുത്ത് കൾച്ചർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നറിയോ? ഫാരൻജൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കാം? അതെ, തൊണ്ടവേദന ഉണ്ടാവും അല്ലേ? പിന്നെ തൊണ്ടവേദന കാരണം ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒരു നല്ല പനി വരും, പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ചുമയുണ്ടാവും. നമ്മൾ ബ്ലഡ് നോക്കുമ്പോഴത്തേക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് നല്ല കൂടി നിൽക്കും അല്ലേ? ഇതൊക്കെ കോമൺ ആയിട്ട് അറിയുന്നതല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ആരാണ് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ആരാ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? ഇനി എല്ലാം ഈ വൈറൽ ആയാലും ബാക്ടീരിയൽ ആയാലും എല്ലാം പെട്ടെന്ന് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ആണല്ലേ? നമ്മൾ വായുവിലൂടെ തന്നെ ഈ അസുഖം അടുത്ത ആൾക്ക് വരും. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ ബാക്കി എല്ലാവർക്കും വരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്ക് വെക്കണം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക, ഗുഡ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക്, അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഇതിൻ്റെ കുറേയൊക്കെ സ്പ്രെഡ് തടയാം. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും അല്ലേ? ബാക്ടീരിയൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ കഴിക്കേണ്ടി വരും അല്ലേ? ഫംഗൽ ആണെങ്കിൽ. ഇനി വൈറൽ ആണെങ്കിൽ അതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല, നമ്മൾ റെസ്റ്റ് എടുത്ത് നിറയെ വെള്ളം കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്താൽ മതിയാവും അല്ലേ? പിന്നെ നമ്മൾ തൊണ്ടവേദനയ്ക്ക് എന്താ ചെയ്യുക? ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യും അല്ലേ? വാം സെലൈൻ ഇറിഗേഷൻ അല്ലെങ്കിൽ ഗാർഗിൾസ്. പിന്നെ വേദന ആൻറ്റിപൈററ്റിക്, പനി കുറയ്ക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ വേദന കുറയ്ക്കാനുള്ള മരുന്നും ചൂടുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുകയൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക അല്ലേ? അങ്ങനെയെല്ലാം ചെയ്ത് നമ്മുടെ ലക്ഷണങ്ങളൊന്ന് കുറയ്ക്കും, നമ്മുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫാരൻജൈറ്റിസിൽ പഠിച്ചത്. എന്താണ് ഫാരൻജൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ഫാരിങ്സ് അല്ലേ? അപ്പോൾ ഫാരിങ്സിൻ്റെ ഇൻഫ്ലമേഷൻ എന്തൊക്കെ കാരണം ഉണ്ടാവാം? ബാക്ടീരിയ കാരണോ, വൈറസ് കാരണോ, അല്ലെങ്കിൽ ഫംഗൈ. അപ്പോൾ ആരാണ് ഉണ്ടാക്കുന്നത്? ആ കാരണം അറിഞ്ഞ് ചികിത്സിക്കുക, അതിനനുസരിച്ചുള്ള മരുന്ന് കഴിക്കുക, പിന്നെ ബെഡ് റെസ്റ്റ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതുപോലെ ഗാർഗിൾ ചെയ്യുക അല്ലെ? ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ ഗാർഗിൾ ചെയ്യുമ്പോൾ ഈ ഒരു ലക്ഷണം, ഇതെല്ലാം ആ ഒരു സിംറ്റംസ് ഒക്കെ നമുക്ക് കുറയും. ഇനി ക്രോണിക് ഫാരൻജൈറ്റിസ് ആരെല്ലാം വരുന്നതെന്ന് അറിയോ? അത് കൂടുതലായിട്ടും ഈ ടൊബാക്കോ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ചുമയുള്ളവർക്ക് ചുമച്ച് ഇങ്ങനെ ഒരു തൊണ്ടവേദന പോലെ വരാം അല്ലേ? അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ഒരു ഭയങ്കര പൊടിയുള്ള ഒരു എൻവയോൺമെൻറ്റിലുള്ളവർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ടൊരു തൊണ്ടവേദന പോലെ വരാവേ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒച്ച കുറേ ഉപയോഗിക്കുന്നവർക്ക്, വോയിസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഈ ക്രോണിക് ഫാരൻജൈറ്റിസ് വരാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മുടെ അക്യൂട്ട് ഫാരഞ്ചൈറ്റിസ് പറഞ്ഞു, ക്രോണിക് ഫാരഞ്ചൈറ്റിസ് പറഞ്ഞു അല്ലേ. ക്രോണിക് ഫാരഞ്ചൈറ്റിസ് കൂടുതൽ ഉണ്ടാവുന്നത് ടൊബാക്കോ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡസ്റ്റി എൻവയോൺമെന്റിലുള്ളവർക്ക്, വോയിസ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്കൊക്കെയാണ്. അതിൻ്റെ ലക്ഷണങ്ങളും എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങളും ചികിത്സയും ഒക്കെ അത് എത്രത്തോളം ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആണല്ലോ. അടുത്തത് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ ടോൺസിലൈറ്റിസ്. ഈ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോൺസിൽ കണ്ടോ, ടോൺസിൽസ് കണ്ടോ? യെസ്. അപ്പോൾ ഈ ടോൺസിൽസിൻ്റെ ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ആണ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോൺസിൽസ് വീങ്ങി വന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു. അതിനും പ്രധാന കാരണക്കാരൻ നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഓക്കെ, അല്ലാതെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും ബാക്കി ഓർഗാനിസം ഉണ്ടാക്കാം. കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആൾ ആരാണ്? നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. എന്ന് വെച്ച് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്നില്ല എന്നല്ല, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കാം. കൂടുതലായിട്ട് ഉണ്ടാക്കുന്നയാൾ, മോസ്റ്റ് കോമൺ ആയിട്ട് ഈ അസുഖം ഉണ്ടാക്കുന്നയാൾ ആരാണ്? നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഓക്കെ, യെസ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? തൊണ്ടവേദന ഉണ്ടാവും. ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ത്രോട്ട് പെയിൻ ഉണ്ടാകും, നമുക്ക് ഭക്ഷണം ഒന്നും ഇറക്കാൻ പറ്റുന്നില്ല, പിന്നെ ചെവി വേദന വരും കേട്ടോ, ഒട്ടാൽജിയ, അതായത് റെഫേർഡ് പെയിൻ ടു ഇയർ, പിന്നെ ഭയങ്കര ഒരു ക്ഷീണം വരും. അപ്പം ടോൺസിലൈറ്റിസിൽ എന്തൊക്കെയാണ്? ത്രോട്ട് പെയിൻ വരാം, ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, പിന്നെ എന്താണ്? ഒന്ന് ത്രോട്ട് പെയിൻ, ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, ഒട്ടാൽജിയ. ഒട്ടാൽജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ, ഇയറിൽ പെയിൻ വരുന്നു, പിന്നെ ഭയങ്കര ക്ഷീണം വരുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ നോക്കുമല്ലേ, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ പറയാമല്ലോ, വായി തുറന്നു വെച്ച് നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കില്ലേ, അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ഈ ടോൺസിലാർ ഏരിയയിൽ അവിടെ എന്താ നല്ല വീങ്ങി ഇരിപ്പുണ്ടാവും അല്ലേ. പിന്നെ ചിലപ്പോൾ അവിടെ പ്യൂറലൻ്റ് എക്സിഡേറ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ എന്താണ് സാർ, അവിടെ ലിംഫെഡിനോപ്പതി ഒക്കെ ഉണ്ടാവും, ലിംഫ് നോഡുകളൊക്കെ വീങ്ങിയിരിക്കാം, ടോൺസിൽസും വീങ്ങിയിരിക്കാം, അതിനടുത്ത് ലിംഫെഡിനോപ്പതി, സർവൈക്കൽ ലിംഫ് നോഡും എല്ലാം വീങ്ങിയിരിക്കാം. അപ്പോൾ അത് നമ്മൾ വായി തുറന്നു വെച്ച് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലേ. അങ്ങനെ നമ്മൾ ടോൺസിലൈറ്റിസ് കണ്ടുപിടിക്കാം. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവാമെന്നറിയോ? ടോൺസിലൈറ്റിസിൻ്റെ ചിലപ്പോൾ ന്യൂമോണിയ ആവാം, നെഫ്രൈറ്റിസ് ആകാം, ഓസ്റ്റിയോമൈലൈറ്റിസ്, റൊമാറ്റിക് ഫീവർ, പിന്നെ ചിലപ്പോൾ ഈ അക്യൂട്ടായിട്ടുള്ള ടോൺസിലൈറ്റിസ് ക്രോണിക് ആയി മാറാം. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് കാരണമാണ് ഉണ്ടാകുന്നത്. സ്ഥിരമായിട്ട് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ റുമാറ്റിക് ഫീവറിൻ്റെ ഭാഗമായിട്ടും ഇതുണ്ടാവാം, അതും കോംപ്ലിക്കേഷനായിട്ട് വരാം. അപ്പോൾ ടോൺസിലൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. പിന്നെയുള്ള കോംപ്ലിക്കേഷനാണ് അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകാം, റൈനൈറ്റിസ് ആവാം, സൈനസൈറ്റിസ് ആയിട്ട് വരാം, പെരിടോൺസിലാർ ആബ്സസ് വരാം, ഡീപ്പ് നെക്ക് ആബ്സസ് വരാം. ഇതെല്ലാം നമ്മുടെ സൈനസൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്തായിരിക്കും? നമ്മൾ ടോൺസിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എങ്കിൽ ടോൺസിലിനെ എടുത്തു മാറ്റുന്നു, ടോൺസിലെക്ടമി. എക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമായിരിക്കുമല്ലോ അല്ലേ. എക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ അല്ലേ, അപ്പോൾ ടോൺസിലെക്ടമി. ഇനി അഡിനോയിഡിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് അഡിനോയിഡ്സിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഡിനോയിഡെക്ടമി. ഇനി രണ്ടും ഒരുമിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിവിയാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ടി&എ എന്ന് പറയും, ടോൺസിലോ അഡിനോയിഡെക്ടമി ചെയ്യും, അഡിനോയിഡെക്ടമി ചെയ്യും കേട്ടോ. ചിലപ്പോൾ നമ്മളത് സെപ്പറേറ്റ്ലി റിമൂവ് ചെയ്യും, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഒരുമിച്ച് റിമൂവ് ചെയ്യും. അക്യൂട്ട് ടോൺസിലൈറ്റിസിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോണിക് ടോൺസിലൈറ്റിസ് ആണ്. ക്രോണിക് ടോൺസിലൈറ്റിസിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താണ്? സ്ഥിരമായിട്ട് ഇങ്ങനെ തൊണ്ടവേദന വരും കേട്ടോ. അപ്പോൾ എപ്പോഴും തൊണ്ടവേദനയായിരിക്കും, ടോൺസിലൊക്കെ ഇതാ നല്ല വീങ്ങിയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് ലൈൻ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ബക്കൽ മ്യൂക്കോസയും ടോൺസിലാർ പില്ലറുമായിട്ട് നല്ലൊരു ഷാർപ്പ് ലൈൻ കാണാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് തൊണ്ടവേദനയായിരിക്കും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക. ടോൺസിൽ എപ്പോഴും ഇങ്ങനെ വീങ്ങിയിരിക്കും. അതുപോലെ നമ്മുടെ വായിലെ ബക്കൽ മ്യൂക്കോസയും ടോൺസിലാർ പില്ലറുമായിട്ട് ഒരു ക്ലിയർ ലൈൻ ഉണ്ടാവും, അത്രയ്ക്ക് വീങ്ങിയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നാണ്? പസ് വരും അല്ലേ, പ്യൂറിലൻ മെറ്റീരിയൽ ഈ ടോൺസിലാറിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പസ് വരുമ്പോൾ നമ്മളിത് ക്രോണിക് ടോൺസിലൈറ്റിസ് ആണെന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ പറയുന്നത്? സർജിക്കൽ റിമൂവൽ തന്നെയാണ്. ഓക്കെ, ഇനി സർജറി നമ്മൾ ചിലപ്പോൾ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ, അക്യൂട്ട് ടോൺസിലാർ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആബ്സസ് ആണ്, അക്യൂട്ടായിട്ടൊരു ആബ്സസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട് കേട്ടോ, ടോൺസിലിനെടുത്ത് മാറ്റുന്നുണ്ട്, സർജിക്കൽ റിമൂവൽ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് പെരിടോൺസിലാർ ആബ്സസ് അല്ലെങ്കിൽ ക്വിൻസി. എന്താണ് പെരിടോൺസിലാർ ആബ്സസ് അല്ലെങ്കിൽ ക്വിൻസി എന്ന് പറയുന്നത്? അപ്പോൾ ക്വിൻസി എന്തൊക്കെ കാരണം ഉണ്ടാകാം? അവിടെ ആബ്സസ് ഉണ്ടാവുന്നതാണ്. അതെന്തൊക്കെ കാരണം ഉണ്ടാവാം? ഒന്നുകിൽ സ്ട്രെപ്റ്റോകോക്കൽ ആവാം ടോൺസിലൈറ്റിസ്, അല്ലെങ്കിൽ സ്റ്റഫൈലോകോക്കൽ ടോൺസിലൈറ്റിസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ്
പെരിടോൺസിലാർ ആബ്സസ് അല്ലെങ്കിൽ ക്വിൻസി എന്ന് പറയുന്ന കണ്ടീഷൻ ഒന്നുകിൽ അക്യൂട്ടായിട്ട് സ്ട്രെപ്റ്റോകോക്കൽ അല്ലെങ്കിൽ സ്റ്റഫൈലോകോക്കൽ ടോൺസിലൈറ്റിസിൻ്റെ ഭാഗമായിട്ട് വരാം. അല്ലെങ്കിൽ നമ്മളിത് ഈ ഒരു ആബ്സസ് വരുന്നത് നമ്മുടെ ടോൺസിലൈറ്റിസ് വന്ന് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ആബ്സസ് ആയിട്ട് ഫോം ചെയ്യാം. അതാണ് പെരിടോൺസിലാർ ആബ്സസ്, അല്ലെങ്കിൽ അതിനെന്താ പറയുക, ക്വിൻസി, പെരിടോൺസിലാർ. അപ്പോൾ അക്യൂട്ട് ടോൺസിലൈറ്റിസ് വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇത് ക്വിൻസി ആയിട്ട് മാറാം അല്ലേ. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, നമ്മുടെ ടോൺസിൽസും അതുപോലെ അവിടെയുള്ള ഫേഷ്യയൊക്കെ ഇൻഫെക്ഷൻ വന്ന് നല്ല വീങ്ങിയിരിക്കും കേട്ടോ, നമ്മുടെ പാലറ്റും ഫാരഞ്ചൽ വാളും എല്ലാം. എന്നിട്ട് ഉവിളി ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് പോയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് എന്നിട്ട് നമ്മുടെ ഫാരഞ്ചൽ ഓപ്പണിങ്ങിൻ്റെ ഹാഫും അങ്ങ് ഒക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോൺസിൽസും അതുപോലെ അവിടെ ടോൺസിൽസ് എല്ലാം ഇൻഫെക്റ്റഡ് ആയിട്ട് പാലറ്റൊക്കെ വീങ്ങി ഫാരിങ്സിൻ്റെ അവിടെ വീങ്ങി ഉവില അങ്ങ് ഒരു സൈഡിലോട്ട് പോയി ഉവിലയൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് പോയിട്ട് ഫാരിങ്സിൻ്റെ ഓപ്പണിംഗ് എല്ലാം അങ്ങ് ഒക്ലൂഡഡ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ പസ്സും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പസ്സ് നമ്മുടെ ത്രോട്ടിൻ്റെ നടുക്കോട്ട് പസ്സിൻ്റെ ഇതും ഉണ്ടാവും. അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ടവേദന അല്ലെ, ടോൺസിലൈറ്റിസ് ആയിട്ട് വരും. ഭയങ്കര തൊണ്ടവേദന, ചെവി വേദനയൊക്കെ വരും. ഓക്കെ, മിക്കവാറും ഒരു സൈഡിൽ തൊണ്ടയിലും ചെവിയിലും എല്ലാം വേദന വരും. വീങ്ങലുണ്ടാവും, ഇൻഫ്ലമേഷനും എഡീമയൊക്കെ വന്നിട്ട് നമുക്ക് ഇറക്കാനും പറ്റുന്നില്ല അല്ലേ. ഫാരങ്സിൻ്റെ അവിടെ ഓപ്പണിംഗ് വന്നിട്ട് ഓപ്പണിംഗ് ഒക്ലൂഡഡ് ആയിട്ട് നമുക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, തൊണ്ടവേദന, ടോൺസിലൈറ്റിസ് ഉണ്ട്, തൊണ്ടവേദനയുണ്ട്, ചെവി വേദനയുണ്ട്, ഫുഡൊന്നും ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോഴേതാണ് കണ്ടീഷൻ? ക്വിൻസി ആണ്. ക്വിൻസിയുടെ വേറൊരു പേര് പെരിടോൺസിലാർ ആബ്സസ്. പെരിടോൺസിലാർ ആബ്സസ് അല്ലെങ്കിൽ ക്വിൻസി എന്ന് പറയാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് ആ വേദന മാറാനായിട്ട് നമ്മൾ എന്തെങ്കിലും ആനസ്തെറ്റിക് സ്പ്രേ അടിക്കും അല്ലേ, അല്ലെങ്കിൽ വേദന മാറാനുള്ള ഏജൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് സെലൈൻ ത്രോട്ട് ഇറിഗേഷൻ 40.5 അല്ലെങ്കിൽ to 43.3 നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് അവിടെ ഗാർഗിൾ ചെയ്യും അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഇട്ടിട്ട് ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐസ് കോളേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കൂൾ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ഫ്ലൂയിഡാണ് കൂടുതൽ എളുപ്പം അല്ലേ. കൂൾ ആൻഡ് റൂം ടെമ്പറേച്ചർ ഫ്ലൂയിഡ്സ് ആർ ടോളറേറ്റഡ് വെൽ. അതുപോലെ തന്നെ കൂൾ ടു വാം സോഫ്റ്റ് ഫുഡ്സ്, അതും നമുക്ക് നടത്തും. കൂള് മുതൽ ഒരു വാമായിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്വിൻസി അല്ലെങ്കിൽ പെരിടോൺസിലാർ ആബ്സസിൽ ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ നമുക്കൊരു വേദന അറിയാതിരിക്കാനായിട്ടുള്ള സ്പ്രേ ഒക്കെ അടിക്കും അല്ലേ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ അനസ്തെറ്റിക് ആയിട്ടുള്ള സ്പ്രേ, അല്ലെങ്കിൽ വേദന മാറാനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ഇറിഗേഷൻ, ഹോട്ട് ഇറിഗേഷൻ ചെയ്തു വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്ത് വെക്കും, ഐസ് കോളേഴ്സ്, പിന്നെ കൂൾ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഫുഡ് അല്ലെങ്കിൽ കൂളായിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ കൂള് അല്ലെങ്കിൽ വാം ഫുഡ്, സോഫ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം swallowing ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മെഡിസിൻ നമ്മൾ കൊടുക്കണത് ഹൈ ഡോസിൽ ആൻറ്റിബയോട്ടിക് ആയിരിക്കും കൊടുക്കുക. എന്താ കൊടുക്കുക? ഹൈ ഡോസിൽ ആൻറ്റിബയോട്ടിക് ആയിരിക്കും കൊടുക്കുക കേട്ടോ. അയ്യാണ്ട് ചെയ്യുന്ന തടയാനായിട്ട് ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് കൊടുക്കും. ചിലപ്പോൾ അത് മാറാൻ വേണ്ടിയില്ല, 1 മാസം വരെയൊക്കെ എടുക്കും കേട്ടോ, ഇൻഫെക്ഷനൊക്കെ ഒന്ന് മാറാനായിട്ട്. ഇനി അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടോൺസിൽസ് എടുത്ത് മാറ്റേണ്ടി വരും, ടോൺസിലെക്ടമി ചെയ്യേണ്ടി വരും. ഓക്കെ, ടോൺസിലെക്ടമി നമ്മൾ ചെയ്യാം. അപ്പോൾ ക്വിൻസി ടോൺസിലെക്ടമി ചിലപ്പോൾ നമ്മൾ അക്യൂട്ട് ഇൻഫെക്ഷനിൽ തന്നെ നമ്മൾ അക്യൂട്ടായിട്ട് വരുമ്പം തന്നെ അത് ക്വിൻസി ടോൺസിലെക്ടമി ചെയ്യാം. ക്വിൻസിയിലോട്ട് മാറുന്നതിന് മുന്നേ നമ്മളങ്ങ് ടോൺസിലെക്ടമി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ ഈ ക്വിൻസിക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സർജിക്കൽ നമ്മൾ പറഞ്ഞു എന്താണ് ടോൺസിലെക്ടമി. നമ്മുടെ ഈ ആബ്സസൊക്കെ ഇരിക്കുന്നില്ലേ, അതെല്ലാം ഇൻഫെക്ഷനും ഒക്കെ മാറിക്കഴിഞ്ഞാൽ, അതെല്ലാം ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇനിയും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ടോൺസിൽസിനെ അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപ്പർ എയർവേ ഡിസോർഡേഴ്സിൻ്റെ മാനേജ്മെൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. First question, which of the following is not a common cause of epistaxis? Hypertension, blood dyscrasias, hyperlipidemia, trauma. ഇതിൽ ഏതാ വരാത്തത്? അതെ, ഹൈപ്പർലിപ്പിഡീമിയ ഒരു കോമൺ കോസ് അല്ല അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണ് 90% ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലേ. ആൻറ്റീരിയർ ആണ്, 10% മാത്രമാണ് പോസ്റ്റീരിയർ. ആൻറ്റീരിയറിൽ കൂടുതൽ ഉണ്ടാവുന്ന ഏരിയ ഏതാണ്?
ഏതാണ് കിസൽബാക്സ് പ്ലെക്സസ് അല്ലെങ്കിൽ ലിറ്റിൽസ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഹൗ ലോങ് ഷുഡ് ദ പ്രഷർ ബി അപ്ലൈഡ് ടു കൺട്രോൾ ദ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ്? എത്ര നേരമാണ്? 5 to 10 minutes. അടുത്തത് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ഇസ് മോർ കോമൺ ഇൻ വിച്ച് ഏജ് ഗ്രൂപ്പ്? ആർക്കാണ്? അഡൾട്ട് ഓവർ 50 years. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇനിഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ്? എന്താ നമ്മൾ ചെയ്യുന്നത്? അതെ, പേഷ്യൻറ്റിനോട് സിറ്റ് ചെയ്ത് ലീൻ ഫോർവേഡ് ചെയ്ത് നമ്മുടെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് നോസ് പിൻ ചെയ്യുക ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈനസസ് ഈസ് നോട്ട് കോമൺലി അഫക്റ്റഡ് ഇൻ സൈനസൈറ്റിസ്? അങ്ങനെ അഫക്റ്റഡ് ആവാത്തത് ഏതാണ്? ഫ്രോണ്ടൽ, മാക്സിലറി സ്ഫിനോയിഡ്, മാസ്റ്റോയിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംറ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സൈനസൈറ്റിസ്? എന്താണ്? Yes, facial pain aggravated by bending. Which imaging modality is most commonly used to confirm sinusitis? ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? അതെ, CT ഉപയോഗിക്കാം. എക്സ്റേയും CTയും അല്ലേ. Which of the following is not a treatment modality for sinusitis? ആൻറ്റിബയോട്ടിക്, ഡീകൺജസ്റ്റൻസ്, കോർട്ടിക്കോസ്റ്റെറോയിഡ് സ്പ്രേ ഒക്കെ ഉപയോഗിക്കാം. ബീറ്റ ബ്ലോക്കർ ഉപയോഗിക്കില്ല. അടുത്തത് വാട്ട് ഈസ് എ മെയിൻ ഗോൾ ഓഫ് ഫെസ്? ഫെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അതിൻ്റെ മെയിൻ ഗോൾ എന്താണ്? ഈ ബ്ലോക്ക് ആയിരിക്കുന്ന സൈനസിന്റെ പാത്വേ ഒക്കെ ഓപ്പൺ ചെയ്യുക. മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ കോസ് ഓഫ് ഫാരൻജൈറ്റിസ് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹോൾമാർക്ക് സിംറ്റം ഓഫ് ഫാരൻജൈറ്റിസ്? എന്താണ്? സോർ ത്രോട്ട് അല്ലേ. സോർ ത്രോട്ട് ഉണ്ടാകാം. ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയൽ ഫാരൻജൈറ്റിസ് ഒക്കേഴ്സ് ത്രൂ. എങ്ങനെയാണ് ഉണ്ടാവുന്നത് സ്പ്രെഡ്? അതെ, വായുവിലൂടെ അല്ലെ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഫാരൻജൈറ്റിസ്? എന്ത് ചെയ്യാം? മാസ്ക് ഉപയോഗിക്കണം. അതുപോലെ ഗുഡ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യണം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഫോർ ബാക്ടീരിയൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഫംഗൽ ആണെങ്കിൽ ആൻറ്റി ഫംഗൽ കൊടുക്കും. വൈറൽ ആണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നുമില്ല, റെസ്റ്റും നിറയെ വെള്ളമൊക്കെ കുടിച്ച് എടുത്താൽ ആൻറ്റി വൈറൽ കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ കോസ് ഓഫ് അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്തായിരിക്കാം? നമ്മൾ പറഞ്ഞു അല്ലെ, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിംറ്റം ഓഫ് ടോൺസിലൈറ്റിസ്? ഏതാണ്? സോർ ത്രോട്ട്, ഡിസ്ഫീജിയ, ഒട്ടാൽജിയ ഒക്കെ ഉണ്ടാവാം. ഡിസ്ഫീജിയ, ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, ഒട്ടാൽജിയ, പെയിൻ ഇൻ ഇയർ, ജോണ്ടിസ് ആണ് വരാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസ്? ഏതാണ്? യെസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റുമാറ്റിക് ഫീവർ ഒരു ഇമ്പോർട്ടൻറ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ആണ്. ദ സ്റ്റാൻഡേർഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ റെക്കറന്റ് ടോൺസിലൈറ്റിസ് എന്താണ്? ടോൺസിലെക്ടമി. ദ ടേം ടോൺസിലോഅഡിനോയിഡെക്ടമി refers to the removal of എന്തൊക്കെയാണ്? ടോൺസിൽസ് ആൻഡ് അഡിനോയിഡ്സ്. പെരിടോൺസിലാർ ആബ്സസ് ഓർ ക്വിൻസി is a complication of acute streptococcal tonsillitis. The most effective initial treatment for peritonsillar abscess ആദ്യം എന്താ ചെയ്യുക? നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം, സർജിക്കൽ ഡ്രെയിനേജ് ചെയ്യാം. Which of the following interventions provides comfort in peritonsillar abscess? എന്താ ചെയ്യുന്നത്? അതെ, ചൂടുവെള്ളത്തിൽ അല്ലെ ഉപ്പിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യും, വാം സെലൈൻ ഗാർഗിൾ. The term Quinsy tonsillectomy refers to എന്താ ചെയ്യുന്നത്? ആക്റ്റീവ് ഇൻഫെക്ഷൻ വരുമ്പോൾ ടോൺസിലിനെ മാറ്റുന്നതിനെയാണ് ക്വിൻസി ടോൺസിലെക്ടമി എന്ന് പറയുന്നത്. അസേർഷൻ റീസണിംഗ് നോക്കിയാലോ? പെരിടോൺസിലാർ ആബ്സസ് ഓർ ക്വിൻസി ഈസ് കോസ്ഡ് ബൈ ആൻ ഇൻഫെക്ഷൻ spreading between the tonsils and fascia covering the superior constrictor muscles. The infection results in extensive swelling of soft palate and pharyngeal wall leading to pus formation and tonsillar displacement. എന്താണ്? രണ്ടും ശരിയല്ലേ? രണ്ടും ക്വിൻസിനെ പറ്റി പറയുന്നത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് അല്ലേ. അടുത്തത് ഉവുല ഡീവിയേഷൻ ഇസ് എ ക്ലാസിക് ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് പെരിടോൺസിലാർ ആബ്സസ്. ശരിയാണ് അല്ലേ. ക്വിൻസി വരുമ്പോൾ ഉവുല ഇങ്ങനെ നീങ്ങിയിരിക്കും, ഉവുലേനെ അങ്ങ് പുഷ് ഫോർവേഡ് ചെയ്തിരിക്കും. അതിന് അടുത്തത് അക്യുമുലേഷൻ ഓഫ് പസ് ഇൻ ദ ഫേഷ്യൽ സ്പേസ് pushes the tonsil towards the midline causing displacement of uvula to the opposite side. ശരിയാണ്. അപ്പോൾ ഉവുല ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വിൻസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈൻ ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സ് ആർ ദ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ പെരിടോൺസിലാർ ആബ്സസ്. ആൻറ്റിബയോട്ടിക്സ് alone are always sufficient to resolve the abscess, preventing the need for I and D.
ആണോ? അല്ലല്ലേ. എപ്പോഴും ആൻറ്റിബയോട്ടിക് വെച്ച് നടക്കുമോ? ഇല്ല. അല്ലാത്ത സംഭവങ്ങളിൽ നമ്മൾ IND ചെയ്യേണ്ടി വരും. IND എന്ന് വെച്ചാൽ എന്താ? ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ്. A peritonsillar abscess may cause difficulty in swallowing and referred pain in the ear. The inflammation and edema create partial obstruction in the pharynx and loss of pharyngeal nerve involvement leads to referred pain in the ear. എന്താണ്? ശരിയാണല്ലേ. നമ്മുടെ പെരിടോൺസിലർ ആബ്സസ് വന്നാൽ വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചെവിയിൽ ഒരു വേദന വരും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് ഇതാ പറയുന്നുണ്ട് അല്ലേ. എന്താണ്? ഇൻഫ്ലമേഷൻ ആൻഡ് എഡീമ വരുമ്പോഴത്തേക്ക് ഗ്ലോസോ ഫാറിഞ്ചൽ നെർവ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ചെവിയിൽ വേദന വരുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ആണല്ലോ. അടുത്തത്, a Quincey tonsillectomy refers to removal of tonsils during an active infection. This procedure is preferred over delayed tonsillectomy to prevent recurrent infections. രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയാണല്ലേ. പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷനും അല്ല. ക്വിൻസി ടോൺസിലൈറ്റിസ് നടക്കുന്ന ക്വിൻസി ടോൺസിലെക്ടമി ചെയ്യുന്നുണ്ട് ഒരു ആക്റ്റീവ് ഇൻഫെക്ഷൻ വരുമ്പോൾ. അത് മറ്റതിനേക്കാളും പ്രിഫേർഡ് ആണെന്ന് പറയുന്നുണ്ട്. രണ്ടും ശരിയാണ് അല്ലേ. ഡിലേഡ് ടോൺസിലെക്ടമിയേക്കാളും പ്രിഫേർഡ് ആണ് ഒരു ക്വിൻസി ടോൺസിലെക്ടമി. പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നുമല്ല. രണ്ടും ശരിയാണ്. ക്വിൻസി ടോൺസിലെക്ടമി ചെയ്യുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ആക്റ്റീവ് ഇൻഫെക്ഷൻ വരുമ്പോൾ. അതൊരു ഡിലേ ആയി ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്. പക്ഷെ അതൊരു എക്സ്പ്ലനേഷനായിട്ട് വരാത്തതുകൊണ്ട് ബി ഓപ്ഷനാണ് വരിക. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ട്രൂ ആണെന്നുള്ളതാണ് കേട്ടോ. Streptococcus is a most common causative organism of tonsillitis. Tonsillitis always present with purulent exudate on the tonsils. Otalgia can be a referred symptom of tonsillitis. Chronic tonsillitis does not lead to any complication. ഇതിൽ ശരിയായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചോളൂ. ശരിയല്ലേ? ടോൺസിലൈറ്റിസ് ഉണ്ടാക്കാനുള്ള പ്രധാനി സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഒന്ന് എന്തായാലും ആൻസർ വരണം. ഒന്ന് വരാത്ത ഓപ്ഷൻ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് നമ്മൾ കണ്ടു? 1, 3 അല്ലെങ്കിൽ 1, 2, 3. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റേ വായിച്ചിട്ടുള്ളൂ, 3 ശരിയാന്ന് മനസ്സിലായി. അപ്പോൾ 2 വായിച്ചു നോക്കാം. ടോൺസിലൈറ്റിസ് ഓൾവേസ് പ്രസൻസ് വിത്ത് പ്യൂരുലന്റ് എക്സുഡേറ്റ് ഓൺ ടോൺസിൽസ്. അല്ലല്ലേ, അത് ശരിയല്ല. അപ്പോൾ 2 വരില്ല ആൻസർ. നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റേ വായിച്ചോളൂ, ആൻസർ കണ്ടുപിടിച്ചു. 3, 4 ഒന്നും നമ്മൾ വായിച്ചിട്ടില്ല. നമുക്ക് വായിച്ചു നോക്കാം. ഒട്ടാൽജിയ ക്യാൻ ബി എ റെഫേർഡ് സിംറ്റം. ശരിയാണല്ലേ, ചെവിയിലും വേദന വരാം ടോൺസിലൈറ്റിസിൽ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരി തന്നെയാണ്. 4 വായിക്കാം. ക്രോണിക് ടോൺസിലൈറ്റിസ് ഒരിക്കലും കോംപ്ലിക്കേഷനിലോട്ട് പോയില്ല എന്ന് പൊട്ടത്തെറ്റ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ബബിൾ ചെയ്യണം ആൻസർ. അടുത്തത് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. Acute otitis media can occur as a complication of tonsillitis. Rheumatic fever is a potential complication of streptococcal tonsillitis. Tonsillitis does not affect the kidney. Peritonsillar abscess can develop due to untreated tonsillitis. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തേത് ശരിയാണല്ലേ. ടോൺസിലൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ വരാം. 1 വരാത്ത ഓപ്ഷൻ കട്ട് ചെയ്തു. റുമാറ്റിക് ഫീവർ ഒരു കോംപ്ലിക്കേഷൻ അല്ലേ? അതും ശരിയാണ്. 2 വരാത്ത ഓപ്ഷൻ കട്ട് ചെയ്തു. 3 ടോൺസിലൈറ്റിസ് കിഡ്നീനെ അഫക്റ്റ് ചെയ്യില്ല. ടോൺസിലൈറ്റിസ് ഡസ് നോട്ട് അഫക്ട് ദ കിഡ്നി. അത് ശരിയാണോ? അല്ലല്ലേ. അപ്പം എന്തായാലും 3 ആൻസർ വരില്ല എന്ന് മനസ്സിലായി. പെരിടോൺസിലർ ആബ്സസ് ക്യാൻ ഡെവലപ്പ് ഡ്യൂ ടു, അതും ശരിയാണ് അല്ലേ. 4ഉം ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? 1, 2 and 4 ആണ്. അടുത്തത് ടോൺസിലെക്ടമി. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. അത് സർക്കിൾ ചെയ്ത് വായിക്കുന്നു. ടോൺസിലെക്ടമി ഈസ് പെർഫോംഡ് ഇൻ കേസ് ഓഫ് റെക്കറന്റ് ഓർ ക്രോണിക് ടോൺസിലൈറ്റിസ്. ദ പ്രൊസീജിയർ ഈസ് കോൾഡ് ടോൺസിലോ അഡിനോയിഡെക്ടമി വെൻ ബോത്ത് ടോൺസിൽസ് ആൻഡ് അഡിനോയിഡ്സ് ആർ റിമൂവ്ഡ് ടുഗെദർ. ടോൺസിലെക്ടമി ഈസ് റെക്കമെൻഡഡ് ഡ്യൂറിംഗ് ആൻ അക്യൂട്ട് ഇൻഫെക്ഷൻ ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് റിലീഫ്. സർജിക്കൽ റിമൂവൽ ഓഫ് ടോൺസിൽസ് പ്രിവെന്റ് ഓൾ ഫർദർ ത്രോട്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ശരിയാ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ശരിയല്ലേ. എപ്പോഴും ഇങ്ങനെ ടോൺസിലൈറ്റിസ് വരുന്നെങ്കിൽ നമ്മൾ ടോൺസിലിനെ എടുത്ത് അങ്ങ് മാറ്റും അല്ലേ. 1 ശരി. 1 വരാത്ത ഓപ്ഷൻ കട്ട് ചെയ്തു. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 2 എന്തായാലും ശരിയാണ്. വെറുതെ 2 വായിച്ച് സമയം കളയണ്ട. പിന്നെ വായിച്ച് കൺഫേം ചെയ്യാം. 3 വായിക്കാം. ടോൺസിലെക്ടമി ഈസ് റെക്കമെൻഡഡ് ഡ്യൂറിങ് ആൻ അക്യൂട്ട് ഇൻഫെക്ഷൻ. അക്യൂട്ട് ഇൻഫെക്ഷനിൽ ടോൺസിലെക്ടമി അല്ലേ അല്ലേ, ക്വിൻസി ടോൺസിലെക്ടമിയാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 1ഉം 2 ഒള്ളിയാണ് ആൻസർ. ഇതല്ല. 2 വായിച്ചു നോക്കാം. T&A എന്ന് പറഞ്ഞാൽ എന്താണ്? 2നും ടോൺസിൽസിനും അഡിനോയിഡും ഒരുമിച്ച് മാറ്റുന്നതിനെയാണ്. ഇനി സർജറി ടോൺസിൽസ് എടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത്.
അല്ലേ? നമ്മൾ ടോൺസിൽസ് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്യൂച്ചറിലെ ത്രോട്ട് ഇൻഫെക്ഷനും നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല, അതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് നോട്ട് ട്രൂ ആയിട്ടുള്ളത്, ഇൻകറക്റ്റ് ആണ് നോക്കുന്നത് കേട്ടോ. ഫാരഞ്ചൈറ്റിസ് ക്യാൻ ഒൺലി ബി കോസ്ഡ് ബൈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞു ഒള്ളി വരുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റെന്നുള്ളതല്ല, നമ്മൾ ഒന്നുകൂടെ വായിച്ച് തെറ്റാകാനാണ് സാധ്യത കൂടുതൽ. ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആർ എ കോമൺ കോസ് ഓഫ് ബാക്ടീരിയൽ ഫാരഞ്ചൈറ്റിസ്. Pharyngitis can present with sore throat, fever and malaise. Both viral and bacterial pharyngitis are contagious and spread through droplet. തെറ്റേതാണെന്നാണേ ക്വസ്റ്റ്യൻ. ആദ്യത്തേത് നോക്കിയേ, ബാക്ടീരിയൽ കൊണ്ട് മാത്രമാണോ ഈ ഒള്ളി വന്നപ്പോൾ തന്നെ? അത് പൊട്ടത്തെറ്റ. അപ്പോൾ 1 എന്തായാലും ആൻസർ വരണം. 1 വരാത്ത ആൻസർ കട്ട് ചെയ്തു. 2 ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ അല്ലേ? അത് ശരിയാണ്. അപ്പോൾ 2 ആൻസർ വരില്ല. അപ്പം നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 2 സ്റ്റേറ്റ്മെൻറ്റേ വായിച്ചുള്ളൂ. 3ാമത്തത് വായിച്ചു നോക്കി. ഫാരഞ്ചൈറ്റിസിൽ ശരിയാ, തൊണ്ടവേദനയും പനിയൊക്കെ വരാം. വൈറലും ബാക്ടീരിയൽ ഫാരഞ്ചൈറ്റിസും എല്ലാം നമുക്ക് വായുവിലൂടെ പകരാം. തെറ്റായത് ആദ്യത്തത് മാത്രമാണ് അല്ലേ? ഫാരഞ്ചൈറ്റിസ് ബാക്ടീരിയ വഴി മാത്രമല്ല ഉണ്ടാവുന്നത്. അടുത്തതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. A culture of pharyngeal mucosa is always mandatory before starting treatment. Antibiotics are used to treat bacterial pharyngitis. Antifungal agents are used to treat fungal pharyngitis. Comfort measures such as warm saline gargles and analgesics are used for viral pharyngitis. തെറ്റായതാ ചോദിച്ചത്. എപ്പോഴും കൾച്ചർ എടുത്താൽ നല്ലത്. എപ്പോഴും കൾച്ചർ എടുക്കണമെന്ന് മാൻഡേറ്ററി അല്ല, അത് തെറ്റാണ്. അപ്പോൾ 1 വരാത്ത ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. 2 ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? യെസ്, ഇറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ അത് 2ൽ ആൻസർ വരില്ല. 3 ആന്റിഫംഗൽ അതും കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായത് 1 മാത്രമാണ്. 4ാമത്തെ നോക്കിയേ, ആ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിളെയും വേദന സംഹാരികൾ കഴിക്കും, അതും ശരിയാണ് അല്ലെ? അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1ാമത്തത് മാത്രമാണ് തെറ്റായത്. അടുത്തതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഹാൻഡ് വാഷിംഗ് ഈസ് ആൻ അൺനെസസറി പ്രിവെന്റീവ് മെഷർ ഫോർ ബാക്ടീരിയൽ ഫാരഞ്ചൈറ്റിസ്. ദ യൂസ് ഓഫ് എ മാസ്ക് മേ ഹെൽപ്പ് പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഫാരഞ്ചൈറ്റിസ്. ബോത്ത് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഫാരഞ്ചൈറ്റിസ് ക്യാൻ സ്പ്രെഡ് ത്രൂ ഡ്രോപ്ലെറ്റ്സ്. ഫാരഞ്ചൈറ്റിസ് പേഷ്യൻസ് ഷുഡ് അവോയ്ഡ് ക്ലോസ് കോൺടാക്ട് വിത്ത് അതേഴ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ്. അതാണ് അല്ലെ? തെറ്റായതാണ്. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയൽ ഫാരഞ്ചൈറ്റിസിനൊരു അൺനെസസറി എന്ന് പറയാൻ പറ്റുമോ? അല്ല അല്ലേ? ഹാൻഡ് വാഷിംഗ് മാസ്ക് ഒക്കെ ഉപയോഗിച്ചാൽ കുറെ തടയാം. അടുത്തത് മാസ്ക് ഉപയോഗിച്ച്, അപ്പൊ ആദ്യത്തത് തെറ്റാണ്. 1 എന്തായാലും ആൻസർ വരണം. 1 വരാത്ത ആൻസർ കട്ട് ചെയ്തു. അടുത്തത് ഈ മാസ്ക് ഹെൽപ്പ് ചെയ്യും, അത് ശരിയാണ്. ബോത്ത് ബാക്ടീരിയലും വൈറലും സ്പ്രെഡ് ചെയ്യും, അത് ഡ്രോപ്ലെറ്റിലൂടെ. അപ്പോൾ 3 എന്തായാലും വരില്ല. അപ്പൊ ആൻസർ വരുന്നത് 1 ഉള്ളിയാണ്. ഫാരഞ്ചൈറ്റിസ് പേഷ്യൻസ് അവോയ്ഡ് ക്ലോസ് കോണ്ടാക്ട്, അതല്ലേ? സ്പ്രെഡ് തടയാൻ വേണ്ടി ക്ലോസ് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യണം, കാരണം വായുവിലൂടെ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ തെറ്റായത് ഏത് മാത്രമാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാനേജ്മെന്റ് ഓഫ് അപ്പർ എയർവേ ഡിസോർഡേഴ്സ് ആണ് പഠിച്ചത്. അതിൽ നമ്മൾ കുറെ കണ്ടീഷൻസ് അല്ലെ? എപ്പിസ്റ്റാക്സിസ്, സൈനസൈറ്റിസ്, ഫാരഞ്ചൈറ്റിസ്, ക്വിൻസി, ടോൺസിലൈറ്റിസ്, ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, MCQs നോക്കി, അസേർഷൻ റീസണിംഗ് നോക്കി, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ എങ്ങനെ ചെയ്യണമെന്നും പഠിച്ചു അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാനേജ്മെന്റ് അപ്പോൾ എയർവേ ഡിസോർഡേഴ്സ് പഠിച്ചിരിക്കുകയാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, MCQs അറ്റംപ്റ്റ് ചെയ്യുക, കറക്റ്റായിട്ട് മോക്ക് എക്സാംസ് ഒക്കെ ചെയ്യുക, റിവിഷൻ ചെയ്യുക, MCQs ചെയ്യുക. അങ്ങനെ സ്മാർട്ട് സ്റ്റഡിയിലൂടെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്